ഹായ് ഗേയ്സ്, സിനിസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുമ്പ് സിനിസ് വേഡിലെ ഒരു 30 സെൻറ്റിൽ 4 വീട് നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് തറപ്പണി തുടങ്ങിയതൊക്കെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ കട്ടില വെപ്പ് ഇട്ടു. ഇപ്പം മൊത്തമായിട്ട് വാർപ്പിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. അതുപോലെ തേപ്പ്, ഒരുവിധം തേപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ 4 വീട്. 2 വീട് ഒരു സൈഡിലാണ്. ഇതാണ് ഒരു വീട് കഴിഞ്ഞിട്ട് അടുത്ത വീടിനുള്ള ഗ്യാപ്പ്. നമുക്ക് മുറ്റമൊന്നും കൂടുതലില്ല. ഇതൊരു കാറ്, ഒരു വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യം അത്രേ മുറ്റുള്ളൂ. പിന്നെ മുൻഭാഗത്തായിട്ട് രണ്ട് സൈഡിൽ വീടായതുകൊണ്ട് മുൻഭാഗത്ത് നീളത്തിൽ തന്നെ നമുക്ക് റോഡിനായിട്ട് ഉപയോഗിക്കാം, മുറ്റായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇപ്പോൾ 2 വീടും 4 വീടും ഒരു മുറ്റം തന്നെയാണെന്ന് പറയാം. മുറ്റം കുറവാണ്. ഏകദേശം വീടിൻ്റെ പണി ഉൾഭാഗത്ത് തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ 2 വീടിന് നാളെ തൊട്ട് തേപ്പ് തുടങ്ങും. അപ്പം അതുകൊണ്ട് ഒരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ 4 വീടും കംപ്ലീറ്റ് ആയിട്ട് തേപ്പ് നടക്കുമെന്ന് കരുതുന്നു. 4 വീടിനും 4 ടീമിനെയാണ് തേക്കാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് പണി പെട്ടെന്ന് തീർന്ന് കിട്ടൂല. അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ പണി തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം പോലും ഒരു വീട്ടിലെങ്കിലും പണിക്കാർ ഇല്ലാത്തൊരു ദിവസം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 4 മാസമായപ്പോഴേക്ക് നമുക്ക് ഈ 4 വീടും ഈ ഒരു രീതിയിൽ നമ്മുടെ കോൺട്രാക്ടർ, അതുപോലെ തന്നെ എൻജിനീയർ ഒക്കെ അവരും കൂടെ ശ്രമം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പണി നടന്നു. ഈ വീടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോകാനുള്ളൊരു ഒരുക്കത്തിലാണ് ഞാൻ. മുകളിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ. ഇത് കുറച്ച് കയറിയപ്പോൾ കോണി കുലുങ്ങനുണ്ട്. കുലുങ്ങുമ്പോൾ ഉള്ളിൽ ചെറിയൊരു വേടിയൊക്കെ ഉണ്ട്. എന്നാലും കയറിയില്ലേ, മുകളിലെത്തില്ലാതെ രക്ഷയില്ലല്ലോ. താഴേക്ക് ഇറങ്ങിപ്പോയി എന്ത് കാര്യം. മുകളിലേക്ക് കയറി, ഓ രക്ഷപ്പെട്ടു. അയ്യോ, ഇപ്പോൾ ഇവിടെ ഷോവാൾ തേച്ചിട്ടില്ല, വാർത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നനച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ തന്നെ കിണറിലുണ്ട്. അതുകൊണ്ട് തന്നെ 4 വീട്ടിനുള്ള വെള്ളം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗം. ഈ ഒരു മോഡലാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഈ മൊത്തം വീടിൻ്റെയും മോഡൽ ഇത് തന്നെയാണ് കേട്ടോ. ഒരു വീടിൻ്റെ മോഡൽ കാണിച്ചാൽ അത് 4 വീടിനും പെടും. 4 വീട്ടിലും ഒരേ മോഡലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പുറമേക്ക് കാണുന്ന ഏത് ഭാഗവും ഒരേ രീതിയിലാണ്. ഉൾഭാഗം വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും.
അപ്പം ഇതാണ് നമ്മുടെ 4 വീട്. അതിൽ ഫസ്റ്റ് വീട് ഇതാണ്. എല്ലാ വീടിൻ്റെയും കംപ്ലീറ്റ് വാർപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ ഷോവാള് അതിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. തേപ്പ് നടന്നതാണ്. അപ്പം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 4 വീടിൻ്റെയും പണികൾ ഇവിടം വരെ എത്തി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ 4 വീടിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ ഇത്ര അടുത്ത് വീഡിയോ എടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി പറയുക. എഴുതി അറിയിക്കാൻ കത്തല്ലല്ലോ അല്ലേ. ഇനി ഞാൻ പതുക്കെ ഇറങ്ങട്ടെ. ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത പണികളൊക്കെ നടക്കുന്ന സമയത്ത് അടുത്ത വർക്കിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഇനി പതുക്കെ താഴോട്ട് പോകട്ടെ. ആ വലിയ കോണി ഇറങ്ങാൻ നല്ല പേടിയുണ്ട്. ഏതായാലും ഇറങ്ങട്ടെ. വീടിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഒത്തിരി വലിയ കോണിയാണ്. ഇറങ്ങാനൊക്കെ പേടിയൊക്കെ ഉണ്ട്. കോണിക്ക് ഒരു പുലുക്കം. കയറ് ഞാനും കുടുങ്ങിയിട്ടുണ്ട്. ഈ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോണി കയറിയിട്ടുള്ളത്. ഇതൊക്കെ വലിയ പ്രശ്നം തന്നെ കേട്ടോ. ഇത് ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ പണിക്കാരെ സമ്മതിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ കരുതി നോക്കുന്നത് നല്ലതാണ്. അപ്പോഴേ ഈ പണിക്കാരൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് കിട്ടിട്ടോ.